ഈ ഉടമ്പടിയിൽ വളരെ പുഷ്കലമായി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതുപോലെ ഉടമ്പടി ഒരു എല്ലാ സമയങ്ങളിലും സർവ്വസമയവും താൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാകണം. തെരേസക്കുട്ടിയുടെ മകൻ ജർമ്മൻ എഴുതാൻ പോയി പരീക്ഷ എഴുതാൻ പോയപ്പോൾ അവന് പരീക്ഷ പൊട്ടിപ്പോയി. അവൻ എഴുതി വിട്ടപ്പോൾ അവന് മനസ്സിലായി ഇത് നടക്കത്തില്ല. അവൻ പഠിച്ചതൊന്നുമല്ല വരണത് വന്നതെല്ലാം പഠിക്കാത്തതാണ്, എഴുതെല്ലാം തെറ്റാണ്. അപ്പോൾ അവൻ വിളിക്കും, എൻ്റെ പൊന്നമ്മ. അവൻ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും, എൻ്റെ പൊന്നമ്മ തീർന്നു കേട്ടാ, എന്നെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ തോറ്റെന്ന് പറയും. ഉടനെ തെരേസക്കുട്ടി പറയും, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് ശരിയാക്കാം. എഴുതി വിട്ടുപോയ പരീക്ഷയാണ്. മകൻ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പറയണം, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പ്രാർത്ഥിച്ച് ശരിയാക്കാം. എഴുതി വിട്ടുപോയ തോറ്റ പരീക്ഷ പ്രാർത്ഥിച്ച് ജയിപ്പിക്കാമെന്നാണ് ഇവർ പറയണത്. ഇത് കാര്യം അവിടെ കപ്പാസിറ്റി അതാണ്. അവർക്കറിയാം അവിടെ കൂടെ കർത്താവുണ്ടെന്ന്. മരിച്ചുയർത്തുന്നവനാണ് വിശ്വസിക്കുന്നത്. ഏത് മരണത്തിൽ നിന്ന് ജയിക്കുമെന്നറിയാം. അവർ പ്രാർത്ഥിച്ച ആ മകനെ ജയിപ്പിച്ച് 68% മാർക്ക് മേടിച്ച്. ശ്രുതികട ഹല്ലേലൂയ. തെരേസക്കുട്ടിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതേ, കർത്താവിൻ്റെ ഉപമകൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിന്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവിനെക്കുറിച്ചാണ് പറയണത്, ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവ്. അപ്പോൾ ആ ഉപമയുടെ പ്രശ്നം, അതിൻ്റെ ആപ്ലിക്കേഷൻ, ബൈബിൾ അതിനെ ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പേഴ്സൺ ഓറിയൻറ്റഡ് ആണ്. അത് ഒരു സിംഗിൾ പേഴ്സൺ ഓറിയൻറ്റഡ് ആയിട്ടാണ് ആ ഉപമ ഈശോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് വായിക്കുമ്പോൾ, റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ഉൾക്കാഴ്ച കിട്ടുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ 5 താലന്ത് കൊടുത്തിരിക്കുന്നതും, ഒരു വ്യക്തിക്ക് തന്നെയാണ് ദൈവം 2 താലന്ത് കൊടുത്തിരിക്കുന്നതും, ആ വ്യക്തിക്ക് തന്നെയാണ് ദൈവം 1 താലന്ത് കൊടുത്തിരിക്കുന്നതും, വേറെ വ്യക്തിക്കല്ല, ഒരു വ്യക്തിക്ക്. അപ്പോൾ ദൈവം ആരോടും, ദൈവത്തിൻ്റെ ഒരു പൊതു കൺസെപ്റ്റ് എന്ന് പറയണത്, ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. അതാണ് കർത്താവിൻ്റെ പൊതു ഒരു മാനസികാവസ്ഥ. അപ്പം നിങ്ങളോർക്കും 5 താലന്ത് കിട്ടിയ ശരിയല്ലേ നിങ്ങൾ പറയണത്? അപ്പോൾ അത് ശരിയാണല്ലേ? അയാളെ കുഴിച്ചിട്ടല്ലേ, എന്താ തെറ്റിരിക്കണത്? അയാൾക്ക് 1 കൊടുത്തുള്ളൂ, അയാൾക്ക് ദൈവത്തിന് 5 കൊടുക്കാൻ പാടില്ല ഞാൻ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ആ ഉപമ കേൾക്കുമ്പോൾ എന്ത് തോന്നും? ദൈവം ആ മനുഷ്യൻ 1 താലന്ത് കിട്ടിയവൻ, അവൻ കുഴിച്ചിട്ട് അവന് 5 താലന്ത് കൊടുക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ല. അവന് 5 മറ്റവന് 2, ഇവന് 1 കൊടുത്തതുകൊണ്ടല്ലേ അവൻ ഡിസ്കറേജ് ആയത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ആ ഉപമകളുടെ കിടപ്പ് വെച്ചാൽ അതിൻ്റെ കോമൺ പ്രിൻസിപ്പിളിൽ കിടക്കുന്നത് ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ദൈവം എല്ലാവർക്കും കൊടുത്തു, അവരെല്ലാവർക്കും കൊടുത്തു എന്നല്ലേ പറയണത്. എല്ലാവരും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ അത് വിഷയബന്ധിയായിട്ടാണ് നമ്മൾ അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാകും. വ്യക്തിബന്ധിയായിട്ട് വരുമ്പോൾ ഒരു വ്യക്തിക്ക് 5, ഒരു വ്യക്തിക്ക് 3, ഒരു വ്യക്തിക്ക് 2, ഒരു വ്യക്തിക്ക് 1 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അത് കുറേ ക്വസ്റ്റ്യൻസ് ബാക്കി അവശേഷിക്കും. ഇതങ്ങനെയല്ല. ദൈവത്തിൻ്റെ പൊതു സ്വഭാവം, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല, നീ എന്നോട് 1 ദനാർക്ക് സംഭവിച്ചതല്ലേ, വാങ്ങിക്കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ദൈവം 1 താലന്ത് കൊടുത്തത് ഒരു നീതിയായിട്ടാണ് അത് അവിടെ വരണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം തെരേസക്കുട്ടി ചേർത്തതെന്ന് എഴുതാം. തെരേസക്കുട്ടിക്ക് ചില കാര്യത്തിൽ 5 താലന്ത് കിട്ടിയിട്ടുണ്ട്, ചില കാര്യത്തിൽ തെരേസയ്ക്ക് 2 താലന്ത് കിട്ടിയിട്ടുള്ളൂ, ചില കാര്യത്തിന് തെരേസക്കുട്ടിക്ക് 1 താലന്ത് കിട്ടിയിട്ടുള്ളൂ. നമുക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കണേ. തെരേസക്കുട്ടിക്ക് 5 താലന്ത് കിട്ടിയത് എവിടെയാണ്? അവരൊരു സീനിയർ നേഴ്സാണ്, ആവശ്യത്തിന് ശമ്പളം കിട്ടും, അവർക്ക് ജോലിയുണ്ട്, അതിന് 5 താലന്താണ്. ആ മേഖല ഒക്കെ അല്ലേ? 5 താലന്തുണ്ട് അവിടെ. രണ്ടാമത്തെ മേഖല 2 താലന്തുണ്ട്, അവർക്ക് 2 ആമക്കളുണ്ട്. പെമ്മക്കളെ ഇനി കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി മാത്രം അവർക്ക് പൈസ സമ്പാദിക്കേണ്ട കാര്യമില്ല, അത് പോസിറ്റീവാണ്, 2 താലന്താണ്. പക്ഷേ ഒരു കാര്യത്തിന് അവർക്ക് 1 താലന്തേ ഉള്ളൂ. എന്താ കാര്യം? 2 മക്കളെ കുഞ്ഞുങ്ങളായി ജനിച്ചപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചുപോയി. ഉണ്ടാ, അവിടെ 1 താലന്തേ ഉള്ളവർക്ക്. പിടിയിട്ടില്ലേ? അത് താലന്തിൻ്റെ ഉപമ ശരിക്കും വ്യക്തി അടിസ്ഥാനത്തെക്കാളുപരി വിഷയാടിസ്ഥാനമാണ്. അതിപ്പോൾ സർവ്വജനീനമാകും. തെരേസക്കുട്ടിക്ക് ജോലിയുണ്ടെന്നുള്ളത് 5 താലന്താണ്. ആ ജോലി കൊണ്ട് ആ ജോലിക്കുള്ള ശമ്പളം 8 മണിക്കൂർ ജോലി
8 മണിക്കൂർ വിശ്രമം, അതിൻ്റെ ഡി എ അതിൻ്റെ മേടിച്ച് പോകുകയില്ല. അതിൻ്റെ ഇടയ്ക്ക് വിശേഷ വിധിയായി ആ 5 താലന്ത് വർദ്ധിപ്പിക്കാൻ അവിടെ കിടന്നു. ആ പ്രൊഫഷൻ എടുത്ത് ഒരുത്തൻ തെങ്ങേന്ന് വീണിട്ട് ചെന്നവിടെ, തെങ്ങേന്ന് വീണിട്ട് അവനെ ചത്തതുപോലെ തേസിക്കുട്ടിയുടെ മെഡിക്കൽ കോളേജ് ചെന്ന്. അപ്പോൾ തുടനെ ഈ നേഴ്സ് പോയി ഉടനെ എന്താ ചെയ്യണത്, ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തെങ്ങേന്ന് വീണൻ്റെ വായിൽ നിന്ന് ചോരയാണ് വന്നത്. അവൻ്റെ നെറ്റിക്ക് ഉടമ്പടി തൈലം തേച്ച് വിശ്വപ്രമാണം ചൊല്ലിയിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. എന്തിനാണ് ഡോക്ടറിനെ അറിയിക്കണത്? ഒരാൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? തെങ്ങേന്ന് വീണവൻ്റെ വായിൽ നിന്ന് ചോര വന്ന് അവന് ബോധമില്ല. അവനെ ഡോക്ടറിനെ കാണിക്കുന്നതിന് പകരം ആദ്യം ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി കർത്താവിനെ ഉടമസ്ഥപ്പെടുത്തുക. അവനെ വിശ്വപ്രമാണം ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം പ്രയോഗിക്കുകയാണ്. നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ടാണ് ഉടമ്പടി ഇങ്ങനെ നിന്ന് കത്തണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിൽ ആൾക്കാർക്ക് അറിയാവുന്നത് പ്രാർത്ഥന മാത്രമേ ചെയ്യത്തുള്ളൂ. ആൾക്കാർ അതൊരു 30% മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആസ്തിയാണ് പ്രശ്നം. ഒരു ആസ്തി ഭദ്രതയ്ക്ക് പ്രാർത്ഥന അത്ര കണ്ട് സഹായകമല്ല. ആ 30% പ്രാർത്ഥന ആർക്കും പ്രാർത്ഥിക്കാൻ, വിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. പക്ഷെ പ്രാർത്ഥനയെ സാധൂകരിക്കണം, അത് പ്രവൃത്തിയാണ്. വിശ്വാസത്തെ സാധൂകരിക്കണതും നീതീകരിക്കണതും എന്താണ്? പ്രവൃത്തിയാണ്. പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥനയിലൂടെ ചെയ്യാം, പിന്നെ എന്താണ്? പ്രവൃത്തിയിലൂടെ ചെയ്യാം. തേശിക്കുട്ടി പ്രവൃത്തിയുടെ കാര്യത്തിൽ വില്ലത്തിയാണ്. പിന്നെ എന്താണ്? ഉടമ്പടി വരുമ്പോൾ ഈ പ്രവൃത്തിയും പുറത്തുനിന്നൊക്കെ ചെയ്യാൻ പറ്റും. പുറത്ത് ആൾക്കാർ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഉടമ്പടി വരുമ്പോൾ എംപവറിങ്ങിന് വേറെ ഒരു സൊല്യൂഷൻ, വേറെ ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. ഇതാണ് ഫുൾ ഓപ്ഷനായിട്ട് വരണത്. എന്തുകൊണ്ടാണ് കവനൻ്റ് ഫുൾ ഓപ്ഷൻ ആകാൻ കാരണം? വിശ്വാസത്തിൻ്റെ ഫുൾ ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഒന്ന്, വിശ്വാസം പ്രാർത്ഥിക്കുന്നു, വിശ്വാസം പ്രഖ്യാപിക്കുന്നു, പിന്നെ എന്താണ്? വിശ്വാസം പ്രയോഗിക്കുന്നു. വിശ്വാസ പ്രയോഗങ്ങൾ ഒരു പക്ഷേ സഭയിലെ സാർവജനീനമായിട്ടല്ല. കാര്യം വിശ്വാസം പ്രയോഗിക്കണമെങ്കിൽ ആദ്യം വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ഒരു ഹൃദയതാളമായിട്ട് മാറണം. ഇത് വിശ്വാസ പ്രമാണം കാറ്റഗറിയിൽ പഠിച്ചതാണ്, കാണാതെ പഠിച്ചതാണ്, എന്നാൽ കാഴ്ചയേക്കാന്ന് പറഞ്ഞാൽ സംഭവം ഏക്കത്തില്ല. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ചങ്ക കൊണ്ട് പറഞ്ഞ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനുള്ളൂ. പക്ഷേ അതുപോലെ നീ വിശ്വാസത്തിലേക്ക് വരണം. ചില ആൾക്കാർ വിശ്വാസം പ്രമാണം ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. വട്ടം കണ്ട് ചൊടിഞ്ഞു പോയ കല്ലുപ്പറമ്പ് വള്ളത്തെ ഞാൻ വിശ്വാസ പ്രമാണം എൻ്റെ ഫിനിഷിംഗ് പോയിന്റ് നിന്നുകൊണ്ട് ഈ ലോകയെ വിട്ട് കൊന്തയും പിടിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ചാടിച്ചെടുത്തിട്ട് 1ാം സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണമാണ്. എനിക്കറിയാം വിശ്വാസ പ്രമാണം എന്താണെന്ന്. വിശ്വാസ പ്രമാണം എല്ലാവരുടെ കയ്യിലും വിശ്വാസ പ്രമാണം ഉണ്ടേ. പക്ഷേ വിശ്വാസം പറയും നമുക്ക് AK-47 നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് അതിൻ്റെ കാര്യമില്ല. അത് ആക്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ. അല്ല തോക്ക് മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് എന്താ കാണിക്കാനേ? അത് ഇതുപോലെ വിശ്വാസ പ്രമാണം കാറ്റഗറിയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ കൃപാസനം പുസ്തകത്തിന് പഠിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം എന്ന് പറയണത് ചങ്കിൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്ന മുമ്പ് എന്ത് ചെയ്യണം? ദൈവം അവനെ മരിച്ചവിടുന്ന് ഉയർപ്പിച്ചുവെങ്കിൽ അവൻ്റെ ഉയർപ്പ് വിശ്വസിക്കുന്ന ഞാനും എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. യേശു നാമത്തിൽ കൈയടിക്കട്ടെ.